ഹായ് ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നോക്കിയാലോ. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് ആക്കുന്നത്. അപ്പം ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്. പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നുമല്ല. ഞാൻ വെക്കുന്നത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി കാണിക്കുക, അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പരിചയപ്പെടുത്തി ഇവിടെ അരിൻ്റെ വേവ് ആയിട്ടുണ്ട്. അത്രത്തോളം ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന അരിയില്ലേ, ആ അരി നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ വെള്ളം വെച്ചുകൊണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ അരി അതിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് അതിനാവശ്യമുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അത് വെന്തതിന് ശേഷം ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനത് ഫാനിൻ്റെ അടിയിൽ തണുപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ ആവശ്യമുള്ള മുട്ട, ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ആ 5 മുട്ടയിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ചട്ടി ചൂടാക്കി അതിൽ ഒഴിച്ചിട്ട് നമ്മൾ മറ്റേ ചിക്കിച്ചകഞ്ഞെടുക്കുക, അതായത് ചിക്കി എടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നതൊക്കെ ഉണ്ട്, മുട്ട ഒഴിക്കുന്ന വീഡിയോ ഒന്നും പിന്നെ ലാസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ കാണുന്നില്ല. അതാണ് അവസ്ഥ. പിന്നെ നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ചെറിയുള്ളി അല്ല എന്തെങ്കിലും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഏകദേശം ആയതിന് ശേഷം ക്യാരറ്റും പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ളം ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ വാങ്ങിയ സ്പ്രിംഗ് ഒനിയൻ തണ്ടും ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും പച്ച തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അതിലിട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം മറ്റേ നമ്മുടെ ബീൻസ് ഇട്ട് കൊടുത്ത് പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് ഏകദേശം ഒക്കെ വാടി ഏകദേശമൊക്കെ ഒരു മുപ്പായതിന് ശേഷം, അതായത് ഓവറൊന്നും ആവണ്ടല്ലോ, ഫ്രൈഡ് റൈസിനൊക്കെ വെന്ത് അലിയൊന്നും വേണ്ടല്ലോ. അങ്ങനെ ആയതിന് ശേഷം ഒരു ഏകദേശമൊക്കെ ആയതിന് ശേഷം നമ്മൾ ആ ചിക്കൻ എടുത്താൽ മുട്ടയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ ഒരു പരുവാകാൻ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ സോസ് ഇതിൻ്റെ അടുത്തുണ്ടേനു ഉള്ളതല്ല, ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിപ്പിച്ചത് തന്നെയാണ്. മറ്റേ ചില്ലി സോസും സോയാ സോസും അത് രണ്ടും കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി കുറച്ച് ഇതായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചോറ് അതിലിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കണം പറഞ്ഞാൽ ആ കട്ടയൊക്കെ ഉടച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നമുക്ക് വേഗമാവും ചെയ്യും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.